വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. ഇന്ന് നമുക്ക് ജോസ്ബോന്റെ ഒരു ആടിൻ്റെ ഷൂട്ടുണ്ട്. അപ്പം നമ്മുടെ മേക്കോർ ഞാൻ ചെയ്യാൻ പോകുന്നത് മറ്റേ ആലീസ് ചേച്ചീനെയാണ്. ആലീസ് ക്രിസ്റ്റീൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചി സീരിയലിലും പിന്നെ വ്ളോഗിലും ഒക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ചേച്ചീനെയാണ് ഇന്ന് മേക്കോർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിന്ന് 3 ഡ്രസ്സാണ് ഉള്ളത്. ഒന്നൊരു ബ്ലാക്ക് ഗൗണും പിന്നെ 2 സാരിയാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു മേക്കപ്പും ഹെയർ സ്റ്റൈലും വീഡിയോ ആട്ടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചേച്ചി എനിക്ക് കോൺടാക്ട് ചെയ്തപ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഭയങ്കര ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതേപോലെ ലൈറ്റായിട്ട് തന്നെ മതിയെന്ന്. അപ്പോൾ നമ്മൾ എന്നിട്ട് ഭയങ്കര ലൈറ്റ് മിനിമൽ ആയിട്ടുള്ളൊരു ലുക്കാട്ടോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ കേൾസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൂസ് കേൾസ്. അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ കുറേ വീഡിയോസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ കുറേ മേക്കപ്പിൻ്റെ വീഡിയോസും പ്രൊഡക്റ്റിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം മേക്കപ്പ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. ഹേ ഗായ്സ്, അപ്പോൾ നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ PSCൻ്റെ റൈസ് ആൻഡ് ഗ്ലോ എന്ന് പറയുന്ന ടോണിക് മിസ്റ്റായിട്ട് ചേച്ചിക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ എക്സസ് ആയിട്ടുള്ള ഫേസിലുള്ള ഓയിലുകളും അതൊക്കെ റിഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ചേച്ചി ഓൾറെഡി ചേച്ചിൻ്റെ ഐബ്രോസ് ഒക്കെ ഫില്ല് ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ അത് പറഞ്ഞതാട്ടോ, ഇപ്പം ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്യാതെ വേണം ചെയ്യാമെന്ന് വേണ്ടി പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ സെറ്റാക്കി തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത്, ഞാൻ മേക്കപ്പ് സ്റ്റുഡിയോൻ്റെ മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നല്ലതായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കും മോയ്സ്ചറൈസർ. അതായത് ചേച്ചിക്ക് നല്ല ഡൂയി ലുക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന നല്ല ഗ്ലോയിൽ സ്കിൻ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മോയ്സ്ചറൈസറാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് PSCൻ്റെ തന്നെ സ്പോട്ട്ലൈറ്റ് ഓയിൽ പ്രൈമർ ആട്ടോ. ഇതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് പ്രൈമറാണ്. ഒരു ഡൂയി ഫിനിഷ്, ഒരു ഗ്ലാസ് സ്കിൻ ലുക്കൊക്കെ വേണ്ടവർക്ക് ഈ ഓയിൽ പ്രൈമർ നല്ല അടിപൊളി ആയിട്ട് നമുക്ക് സ്കിന്ന് നല്ല ഫിനിഷിങ് കിട്ടും. നമുക്ക് ലാസ്റ്റ് മേക്കപ്പ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് സ്കിന്ന് കാണാൻ ഭയങ്കര ഗ്ലോ ആയിരിക്കും കേട്ടോ. ഇതെൻ്റെ 3, 4, 5 കണ്ട് ബോട്ടിലാണ് ഈ ഓയിൽ പ്രൈമർ. അടിപൊളിയാണ്. നിങ്ങൾക്ക് ഡൂയി ഫിനിഷ് വേണ്ടവർ, ഡ്രൈ സ്കിന്നൊക്കെ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും മേക്കപ്പിന് മുന്നേ. അപ്പോൾ ഞാൻ അത് ചേച്ചിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പ്രൈമറായിട്ട്. ഞങ്ങൾ എങ്ങനെ ലെൻസ് വെക്കണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലെൻസ് വെക്കാൻ തീരുമാനിച്ചു. പിന്നുള്ള കൺഫ്യൂഷൻ ഏത് കളർ വെക്കണം എന്നായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ ഫ്രഷ് ലുക്കിൻ്റെ പ്യുർ ഹേസിൽ എന്ന് പറഞ്ഞ ഷെയ്ഡ് വെക്കാൻ തീരുമാനിച്ചു കേട്ടോ. അപ്പോൾ പ്യുർ ഹേസിൽ ഞങ്ങൾ ഫിക്സ് ചെയ്തു. അപ്പോൾ ചേച്ചി ഓൾറെഡി ലെൻസൊക്കെ ഇഷ്ടംപോലെ വെച്ച് ചേച്ചിക്ക് നല്ല പരിചയം. പിന്നെ നമ്മൾ കണ്ണിൽ ഓൾറെഡി നമുക്ക് സ്വന്തമായിട്ട് സെൽഫായിട്ട് ഇതൊക്കെ വെക്കാൻ അറിയാമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ ഒരാൾ വെച്ച് കൊടുക്കുന്നതിനേക്കാൾ നല്ലത് സെൽഫായിട്ട് അറിയാമെങ്കിൽ സെൽഫായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ ചേച്ചിക്ക് മിററൊക്കെ പിടിച്ചു കൊടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ. അങ്ങനെ ചേച്ചി ലെൻസ് വളരെ പൂ പറിക്കുന്ന ലാഘവത്തോടെ സിമ്പിളായിട്ട് വെച്ചു കേട്ടോ. ലെൻസ് എനിക്ക് സെൽഫായിട്ട് ഇത്ര സിമ്പിളായിട്ട് വെക്കാൻ പറ്റില്ല കേട്ടോ. ചേച്ചി ഭയങ്കര സിമ്പിളായിട്ട് ലെൻസ് വെച്ചു. അങ്ങനെ നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഐബ്രോസ് ചേച്ചി ഓൾറെഡി സെൽഫായിട്ട് ചേച്ചി ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഐബ്രോസിൽ തൊടാൻ നിന്നില്ല. ഐബ്രോസിൻ്റെ അടി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ സിനിമ സീക്രട്ടിൻ്റെ ഫൗണ്ടേഷൻ ആട്ടോ ചെയ്ത്. എന്നോട് എല്ലാവരും ചോദിക്കാറുണ്ട് ഏത് സിനിമ സീക്രട്ടിൻ്റെ ഏത് പാലറ്റാന്ന്. അത് 300 സീരീസിൻ്റെ ആട്ടോ. ലൈറ്റും മീഡിയം യെല്ലോ ആൻഡ് ബേജ് അണ്ടർടോണിൻ്റെ ഒരു പാലറ്റാണിത്. അതിൻ്റെ അന്നൊരു ഫെയർ ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ ചേച്ചീൻ്റെ ഐബ്രോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത്. ഫൗണ്ടേഷൻ ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്യുന്നു അത്രയും അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ ഫൈനൽ ലുക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കൺസീലർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഷോപ്പാലൻ്റെ ട്രൂ കളർ കൺസീലർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസീലറാണ്. അപ്പം കളർ കറക്റ്ററിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ചേച്ചീൻ്റെ അങ്ങനെ ഡാർക്ക്നെസ്സോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കൺസീലർ അല്ലെങ്കിൽ ഇപ്പോൾ സെയിം ഷെയ്ഡ് ഫൗണ്ടേഷൻ ആണല്ലോ നമുക്ക് അപ്ലൈ ആവുന്നതാണ് കേട്ടോ. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ കൺസീലർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാമ്പടിൻ്റെ ട്രാൻസ്ലൂഷൻ പൗഡർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഒത്തിരി കോമ്പാക്റ്റോ അങ്ങനെ പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യും ഭയങ്കര കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ ജസ്റ്റ് കണ്ണിൻ്റെ അവിടെ മാത്രം ഒന്ന് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാനുള്ളതാണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ക്രീസ് ലൈനിൽ ഒരു ന്യൂട്രൽ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും ക്രീസ് ലൈനിൽ നമ്മളൊരു ഭയങ്കര ഡാർക്ക് ഷെയ്ഡൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. ക്രീസ് ലൈനിൽ എപ്പോഴും ഒരു ന്യൂട്രൽ ഷെയ്ഡ് വെച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഐ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തേക്കുന്ന പാലറ്റ് PSCൻ്റെ തന്നെ ന്യൂട്രൽ ഷെയ്ഡ്സിൻ്റെ പാലറ്റാട്ടോ. അപ്പോൾ ചേച്ചി ഫസ്റ്റ് വെയർ ചെയ്യുന്ന സാരിയാണ്. അതൊരു ഓർക്കിഡിൻ്റെ ഒരു കളറില്ലേ, അങ്ങനത്തെ ഒരു അടിപൊളി കളർ സാരി കേട്ടോ. ഭയങ്കര ഭംഗിയായിരുന്നു ആ കളർ കാണാൻ വേണ്ടിയിട്ടും.
ആ സാരി ഭയങ്കര രസമായിരുന്നു ചേച്ചി വെയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും. അപ്പം അതാണ് ഫസ്റ്റത്തെ കോസ്റ്റ്യൂം. പിന്നെ സെക്കൻഡ് കോസ്റ്റ്യൂം ഒരു യെല്ലോ ഷെയ്ഡാണ്. അപ്പോൾ രണ്ടിനും കൂടെ മാച്ചായി പോകുന്ന പോലത്തെ ഒരു ഐ മേക്കപ്പാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ചെറിയൊരു സ്മോക്കി എഫക്റ്റിൽ, ഒത്തിരി കളർഫുള്ളൊന്നുമല്ല, ചെറിയൊരു സ്മോക്കി എഫക്റ്റ് ആയിട്ടുള്ളൊരു ഐ മേക്കപ്പ് ആട്ടോ ചെയ്യുന്നത്. അപ്പോൾ കണ്ണിൻ്റെ ഔട്ടർ കോർണറിൽ ഒരു ഡാർക്ക് ഷെയ്ഡ്, ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്, ഒരു ചെറിയൊരു സ്മോക്കി എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അത് ഈ സെയിം പാലറ്റിൽ തന്നെ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്ന ഷെയ്ഡ്. അപ്പം നമ്മൾ ഐലിഡിലൊരു ലൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. നമ്മുടെ സ്കിൻ ടോണിൻ്റെ ഒക്കെ ഒരു കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഐ മേക്കപ്പ് ഭയങ്കര ലൗഡായിട്ടുള്ള, ഭയങ്കര ഒരു എടുത്തു നിൽക്കുന്ന ഐ മേക്കപ്പ് അല്ല, ന്യൂട്രലായിട്ട് പോകാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ലൈറ്റ് കളർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല കണ്ണിന് കുറച്ചും കൂടി ഒരു എടുപ്പ് കിട്ടാനും കണ്ണിന് കുറച്ചും കൂടി ഒരു വലിപ്പം തോന്നിക്കാനൊക്കെ ഇങ്ങനെ ചെയ്താൽ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ജെല്ലൈനർ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. എഴുതിയ പോലെ തോന്നായിരുന്നാ പോരെ. അപ്പോൾ നിങ്ങളുടെ ബ്രൈഡ്സോ അതോ നിങ്ങളുടെ ക്ലയൻസോ ആരെങ്കിലൊക്കെ ഇങ്ങനെ ഇതേപോലെ കണ്ണ് എനിക്കിങ്ങനെ എഴുതിയൊരു ലുക്ക് വേണ്ട, അതേപോലെ ഇങ്ങനെ നീറ്റായിട്ട് എഴുതിയിരിക്കുന്നത് എനിക്കിഷ്ടമല്ല, അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്ന ജെൽ ലൈനറാണ് PSCൻ്റെ. അത് വെച്ചിട്ട് ജസ്റ്റ് ലൈറ്റായിട്ട് ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു സ്മഡ്ജ് ചെയ്യുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അതായത് അപ്പോൾ നമുക്കിങ്ങനെ നീറ്റായിട്ട് എഴുതിയൊരു ലുക്കിൽ നിന്ന് നല്ലൊരു ഒരു സ്മോക്കി എഫക്റ്റിലേക്ക് മാറും കേട്ടോ ഐ മേക്കപ്പ്. ഭയങ്കര രസമാണ്. സ്മോക്കി ഐ ഒക്കെ ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ലാഷസൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഭയങ്കര എടുപ്പായിരിക്കും കണ്ണിന് കേട്ടോ. എനിക്ക് എപ്പോഴും എഴുതി കൊടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കുന്ന എപ്പോഴും ഐ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം കേട്ടോ. സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ കേട്ടോ കണ്ണിന് ഭയങ്കര പ്രത്യേക ഭംഗിയായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ലാഷസ് ആയിട്ട് വെക്കാൻ പോകുന്നത് യൂറോ പാരിസിൻ്റെ 54 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറാട്ടോ ലാഷസ് വെക്കുന്നത്. ഭയങ്കര ഒരു നാച്ചുറൽ ഫീൽ, ഒത്തിരി ഹെവി ആയിട്ടൊന്നും ലാഷസ് വേണ്ടാത്തവർക്ക് ഇതേപോലെ 54 ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ ചെറിയൊരു ഫാൻ വെച്ചിട്ട് നിന്ന് ഡ്രൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഫാൻ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും, നമ്മുടെ ലാഷസിൻ്റെ ഗ്ലൂ ഒക്കെ പെട്ടെന്ന് ഡ്രൈ ആകും. നെക്സ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഫൗണ്ടേഷൻ ആട്ടോ. നമ്മൾ നാഴ്സിൻ്റെ ഫൗണ്ടേഷനായിട്ട് യൂസ് ചെയ്യുന്നത്. ഷെയ്ഡ് വന്നിട്ട് പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. അത് ഫെയർ ടു മീഡിയം സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫൗണ്ടേഷൻ ആട്ടോ നാഴ്സ്. ഭയങ്കര ഒരു ലൈറ്റ് ഫൗണ്ടേഷൻ, ഒട്ടും ഹെവി അല്ല, ഭയങ്കര ഒരു നാച്ചുറൽ ഫിനിഷിങ്ങും തരും, എന്നാൽ അത്യാവശ്യം കവറേജും ഉണ്ട്, ലാസ്റ്റിങ്ങും ഉള്ളൊരു ഫൗണ്ടേഷൻ ആട്ടോ നാഴ്സ്. പിന്നെ നിങ്ങൾക്ക് ബ്രൈഡ്സിനാണെങ്കിലും സെൽഫായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലൊക്കെ പറ്റുന്ന ഒരു ഫൗണ്ടേഷൻ ആട്ടോ നാഴ്സിൻ്റെ. ഞാൻ നോർമലി എപ്പോഴും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന ബ്രഷിലായിരിക്കും കേട്ടോ. ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ ഫുൾ ബ്ലെൻഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ബ്യൂട്ടി ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യും കേട്ടോ. പിന്നെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയിട്ട് നല്ല നീറ്റ് ലുക്ക് വരും. നമ്മൾ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു, അപ്പോൾ അതേപോലെ തന്നെ നെക്കിലും ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യണം കേട്ടോ. നെക്കിൽ ഫൗണ്ടേഷൻ മാത്രമല്ല, ഫേസിൽ നമ്മൾ എന്തൊക്കെ ഇടുന്നുണ്ടോ അതൊക്കെ നമ്മൾ നെക്കിലും കൂടി ഇടണം. ഇല്ലെങ്കിൽ നമുക്ക് നെക്കിലും ഫേസിലും തമ്മിലുള്ള കളർ വ്യത്യാസം ഭയങ്കരമായിട്ട് അറിയും കേട്ടോ. നമ്മൾ ഇങ്ങനെ അറിഞ്ഞില്ലെങ്കിലും ഡേ ലൈറ്റിലേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേനും ശരിക്കും നന്നായിട്ട് വിസിബിൾ ആയിരിക്കും നെക്കും ഫേസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ എപ്പോഴും നമ്മൾ നെക്കും കൂടെ കവർ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ നിന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ചേച്ചി കണ്ണ് എഴുതണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ലാസ്റ്റ് എഴുതാൻ കേട്ടോ നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പം ഇപ്പോൾ ജസ്റ്റ് നമ്മൾ ആ സ്മോക്കി ചെയ്ത ആ ഒരു ഷെയ്ഡില്ലേ, ഡാർക്ക് ചെയ്ത ഷെയ്ഡ്, ആ ഷെയ്ഡ് വെച്ചിട്ട് കണ്ണിൻ്റെ അടിയിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായിരിക്കും കണ്ണിൻ്റെ അടിയിൽ ആ ഒരു ഷെയ്ഡും കൂടെ വന്നിട്ട് ജസ്റ്റ് മസ്കാരയും കൂടി ഇട്ട് ഷെയ്ഡ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് നോർമലി കണ്ണിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒത്തിരി ഡാർക്കിൽ ഇടുന്നത് ഒത്തിരി ഇഷ്ടമല്ല. ഇങ്ങനെ ഇതേപോലെ ഷെയ്ഡ് കൊടുത്തിട്ട് മസ്കാരയൊക്കെ ഇടുന്നതാണ് ഭയങ്കര രസമായിരിക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ടാ. നെക്സ്റ്റ് നമ്മൾ മസ്കാര ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ PSCൻ്റെ ഡുവൽ എക്സ്പോഷർ എന്ന് പറഞ്ഞിട്ടുള്ള 2-in-1 മസ്കാര ആട്ടോ. ഇതിൻ്റെ അത് തിക്കായിട്ടുള്ളൊരിതുകൊണ്ട് ലോങ് ആയിട്ടുള്ള ബ്രഷും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഈ ചെറിയ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. എവിടെ നമുക്കങ്ങനെ പറ്റാതെ നല്ല സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അതേപോലെ നമ്മുടെ കണ്ണിൻ്റെ അടിഭാഗത്ത് ലാഷസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം. ഭയങ്കര വലിയ ബ്രഷ് ആണെങ്കിൽ നമുക്ക് അടിയിലൊക്കെ ആവാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഇത് ചെറിയ ബ്രഷ് ആയതുകൊണ്ട് ഭയങ്കര രസമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ബ്ലഷ് ആട്ടോ അപ്ലൈ പോകുന്നത്. ചേച്ചി ബ്ലഷ് എടുത്തപ്പോഴേ പറഞ്ഞു എനിക്ക് ബ്ലഷ് വേണ്ട, ബ്ലഷ് ഞാൻ ഇടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ചേച്ചി ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞു. ചേച്ചി പറഞ്ഞു ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് മിലാനിയുടെ ക്രീം ബ്ലഷ് ആട്ടോ. ഷെയ്ഡ് വന്നിട്ട് ബ്ലഷിങ് ബെറി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാട്ടോ. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ്.
നെക്സ്റ്റ് നമ്മൾ കോണ്ടറിങ് ആട്ടോ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു മാക്കിൻ്റെ ഒരു ഡാർക്ക് ഒരു കോമ്പാക്റ്റ് വെച്ചിട്ട് തന്നെ കേട്ടോ ഞാൻ കോണ്ടറിങ് ചെയ്യുന്നത്. എനിക്ക് എപ്പോഴും പൗഡർ കോണ്ടർ ചെയ്യുന്നതാണ് ഇഷ്ടം ക്രീം കോണ്ടറിനേക്കാളും. ചീക്ക് മാത്രമല്ല, നമ്മൾ ചിന്നും കൂടെ ജസ്റ്റ് ഒന്ന് കോണ്ടർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിന്നൊക്കെ കോണ്ടർ ചെയ്യുമ്പോൾ നല്ല രസമായിരിക്കും. നമ്മുടെ ആ ജോ ലൈനൊക്കെ നല്ല രസമായിട്ട് എടുത്ത് നിൽക്കും. ഫോട്ടോസിലൊക്കെ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും ചേച്ചീൻ്റെ ഫോട്ടോസിന് ഇൻസ്റ്റേ കാണും, ഞാൻ ആലോചിക്കണം നല്ല രസം ചേച്ചീൻ്റെ ഫേസിൻ്റെ ഷേപ്പ്, ആ ചിന്നും ജോ ലൈനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുന്നു എന്ത് ഷേപ്പാ ഫേസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ ചേച്ചി അടിപൊളിയായിട്ട് ഫേസിൻ്റെ ഷേപ്പും മറ്റേ ചിന്നൊക്കെ കാണാൻ ഭയങ്കര രസമാട്ടോ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു നമ്മളിങ്ങനെ കുറച്ച് എക്സസൈസും അതേപോലെ ഷുഗറൊക്കെ കട്ട് ചെയ്താൽ നമുക്ക് ഫേസിൻ്റെ ആ ഒരു ഫേസിൽ വരുന്ന ഇതൊക്കെ ഉണ്ടല്ലോ കൊഴുപ്പ്, അതൊക്കെ നന്നായിട്ട് കുറയും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും സ്കിന്നൊക്കെ നന്നായിട്ട് കെയർ ചെയ്യണം, ഷുഗറൊക്കെ കട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. ഒന്നാമത് എനിക്ക് ടൈം കിട്ടാറില്ല, ഇങ്ങനെ ഇതിൻ്റെ വർക്ക് ആയതുകൊണ്ട് ഇതേപോലെ ഇങ്ങനെ ട്രാവലിംഗ് ആയതൊന്നും സ്കിൻ കെയർ ചെയ്യാൻ ഒന്നാമത് സമയം കിട്ടുന്നില്ല. അത് മാത്രമല്ല പിന്നെ എന്തോ അതിന് വേണ്ടിയിട്ടൊരു ഡെഡിക്കേഷൻ കിട്ടുന്നില്ല, അതാണ് സത്യം. എന്നെ പോലെ ഇങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ച് കൂട്ടിയിട്ടൊന്നും ചെയ്യാതിരിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ നോസ് കട്ടിങ് ആട്ടോ ചെയ്യുന്നത്. അപ്പം നോസ് കട്ടിങ് ഞങ്ങൾക്ക് ചേച്ചി സെൽഫായിട്ട് തന്നെ ആട്ടോ ചെയ്തത്. കാരണം ചേച്ചി എപ്പോഴും ചെയ്യുന്നതുകൊണ്ട് ചേച്ചിക്ക് അറിയാം ചേച്ചീൻ്റെ നോസിന് എങ്ങനെയാണ് കറക്റ്റായിട്ട് മാച്ചായിട്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുക എന്നൊക്കെ ചേച്ചിക്ക് അറിയാം. അപ്പോൾ ചേച്ചി തന്നെ ആട്ടോ നോസ് കട്ടിങ് ഒക്കെ ചെയ്തു. അപ്പോൾ ഞാനതിങ്ങനെ നോക്കി നിൽക്കും കേട്ടോ. കാരണം നമ്മൾ ചെയ്യുന്നൊരു രീതിയിലായിരിക്കില്ല, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതി ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ചേച്ചി ചെയ്യുന്നത് ഇങ്ങനെ നോക്കി നിന്ന് എനിക്കിപ്പോൾ അറിയാത്ത, എനിക്കിപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ലാത്ത നല്ല രീതിയൊക്കെ തോന്നുവാണെങ്കിൽ ഞാനും അങ്ങനെ നോക്കി പഠിക്കും. ഇപ്പം നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഓരോന്ന് പഠിക്കുന്നില്ലേ, അപ്പോൾ അതേപോലെ തന്നെ ഞാനും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കാണുമ്പോൾ ഞാനും എനിക്കറിയാത്ത കാര്യങ്ങൾ പഠിക്കാറുണ്ട്. നമ്മൾ എത്ര അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്യും, ഹെയർ സ്റ്റൈൽ ചെയ്യുമെന്ന് പറഞ്ഞാലും നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക, പുതിയ പുതിയ രീതികൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഓരോരുത്തരുടെ രീതികളൊക്കെ ഇപ്പം നമ്മൾ നമ്മുടേതായ രീതിയിൽ മാത്രമേ അങ്ങനെയല്ലല്ലോ. അപ്പം നമുക്ക് പുതിയ രീതികൾ കാണുമ്പോൾ അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും പഠിച്ചു തികഞ്ഞു എന്നൊന്നും വിചാരിക്കേണ്ട, നമ്മളൊക്കെ എപ്പോഴും സ്റ്റുഡൻസ് ആയിരിക്കും, എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ളവരാണ് നമ്മൾ. നെക്സ്റ്റ് നമ്മൾ നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഞാൻ യൂറോപ്പ് ഗേളിൻ്റെ ഹൈലൈറ്റർ വെച്ചിട്ട് നോസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ചീക്കിലും ജസ്റ്റ് ഹൈലൈറ്റർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹൈലൈറ്റർ അപ്ലൈൻ്റെ ആവശ്യമില്ല, ഓൾറെഡി നല്ല ഗ്ലോ ഉണ്ട്. പിന്നെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്ററും കൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ആട്ടോ യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അർബൻ ഡിക്കേൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്. നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഫേസിൽ സ്പ്രേ ചെയ്യുമ്പം നമ്മൾ ഐ മേക്കപ്പിലേക്ക് ഒത്തിരി സ്പ്രേ ആവാതെ നോക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഫാൻ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ലിപ്സ്റ്റിക് ആട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന മാക്കിൻ്റെ മെഹർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാട്ടോ. ഭയങ്കര ലൈറ്റായിട്ടൊരു ന്യൂഡായിട്ടുള്ളൊരു പിങ്ക് ഷെയ്ഡാട്ടോ. നല്ല രസമാണ്, നല്ല അടിപൊളി ഷെയ്ഡാണ്. ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണെങ്കിലും, അതായത് ഒത്തിരി ബ്രൈറ്റായിട്ട് ലിപ്പ് വേണ്ട എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഷെയ്ഡ് നല്ല മാച്ചിങ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ലിപ്പിൻ്റെ ലൈൻ ഞാൻ ജസ്റ്റ് ഒരു കുറച്ചും കൂടി ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ചിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. മാക്കിൻ്റെ തന്നെ ഒരു ലിപ്പ് ലൈനർ വെച്ചിട്ട് തന്നെ ആട്ടോ ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ലിപ്പിന് കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ കിട്ടും. അതുകൊണ്ട് ഞാൻ ലിപ്പിൻ ലൈൻ മാത്രം ജസ്റ്റ് ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഫിനിഷായി. നമ്മൾ ഹെയർ സ്റ്റൈലിങ്ങിലാണ് കേട്ടോ കിടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഹെയർ ക്രിമ്പ് ചെയ്യുന്നുണ്ട്. ക്രൗൺ സെക്ഷനാണോ ഞാൻ നന്നായിട്ട് ക്രിമ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ ഞാൻ വെലോസിറ്റീൻ്റെ മെഷീൻ ഉപയോഗിച്ചിട്ടാണ് ക്രിമ്പ് ചെയ്യുന്നത് കേട്ടോ. എൻ്റെ ക്രിമ്പർ വെലോസിറ്റീൻ്റെയാണ്. കുറേ പേര് ചോദിച്ചായിരുന്നു ഏതിൻ്റെ ക്രിമ്പർ എന്ന്. വെലോസിറ്റീൻ്റെ ആട്ടോ ക്രിമ്പർ. അപ്പോൾ ചേച്ചിക്ക് നല്ല ലൂസ് കേൾസ് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഞാൻ കേൾസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആട്ടോ ക്രിമ്പ് ചെയ്യുന്നത്. ചേച്ചിക്ക് എക്സ്റ്റൻഷൻ ഒന്നും വെക്കണ്ട, ചേച്ചിൻ്റെ ഒറിജിനൽ ഹെയർ തന്നെ ഹെയർ കേൾ ചെയ്താൽ മതി എന്നാട്ടോ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒത്തിരി തിക്നെസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഹെയർ ഫുള്ള് ക്രിമ്പ് ചെയ്തിട്ട് കേൾ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം വോളിയം ഉള്ള കേൾസ് കിട്ടും കേട്ടോ. അതായത് ഹെയർ നമുക്ക് കുറച്ചുകൂടി വോളിയത്തിൽ കിടക്കും. തിൻ ഹെയറിൽ നമ്മൾ നേരെ പോയിട്ട് ക്രിമ്പ് ചെയ്യാതെ കേൾസ് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര ഒന്നും കൂടി തിന്നായ പോലെ ഫീൽ ചെയ്യും. അപ്പോൾ ഒന്ന് ഫുള്ള് തന്നെ ക്രിമ്പ് ചെയ്തിട്ട് ഹെയർ കേൾ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ കേട്ടോ. ഞാൻ ചേച്ചീൻ്റെ ഹെയർ മൊത്തത്തിൽ ക്രിമ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ക്രിമ്മിങ് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഹെയർ കേൾസ് ആണ് ഇടാൻ പോകുന്നത്. എപ്പോഴും നമ്മൾ അയൺ കേൾസ് ഇടാറ്. ഇന്ന് നമ്മൾ ടോങ്സും കൊണ്ടാണ് കേട്ടോ നമ്മൾ കേൾ ചെയ്യുന്നത്. അപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഐക്കോണിക്കിൻ്റെ ആണ്. അത് ഐക്കോണിക്കിൻ്റെ ഏറ്റവും വലിയ സൈസ് തന്നെ കേട്ടോ ഞാൻ മേടിച്ചേക്കുന്നത്. എനിക്ക് ഇതിൻ്റെ കേൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വോളിയമായിട്ട് നല്ല നീറ്റ് കേൾസ് കിട്ടും കേട്ടോ ടോങ്സ് കൊണ്ട് കേൾ ചെയ്യുമ്പോഴത്തേനും.
നമ്മൾ ഹെയർ കേൾ ചെയ്യുമ്പം ഒരിക്കലും വലിയ വലിയ സെക്ഷൻ എടുത്തിട്ട് പെട്ടെന്ന് തീർക്കുന്ന പോലെ ഹെയർ കേൾ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിനുള്ള ലാസ്റ്റിങ്ങും കിട്ടത്തില്ല, ഒരു ഫിനിഷിങ് ഉണ്ടാവത്തില്ല, അതേപോലെ ഭയങ്കര അതായത് ഹെയറിനൊരു തിക്നെസ് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് വേണം ഹെയർ കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് നല്ല വോളിയത്തിൽ ഹെയർ കിടക്കുകയും ചെയ്യും, ഹെയർ ഉള്ള ഒരു ഫീലിംഗ് തോന്നിക്കുകയും ചെയ്യും കേട്ടോ. ചേച്ചി ചോദിച്ചു കേട്ടില്ലേ ദൂരത്തേക്കാണ് വരുമോന്ന്? ദൂരത്തല്ല, നമ്മൾ എവിടെയാണെങ്കിലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഓൾ ഇന്ത്യ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് കിട്ടിയാൽ നമ്മൾ വരും, അത് വേറെ കാര്യം. ഇപ്പം കാണുന്ന എല്ലാവരും വിചാരിക്കുന്നത്, ഇപ്പം ചിലവർ ഡൗട്ടായിരിക്കും എല്ലായിടത്തും പോയി ചെയ്യുമോ, അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഡൗട്ടുള്ളവർക്ക് നമ്മൾ ഓൾ ഇന്ത്യ എല്ലായിടത്തും സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. നമ്മൾ ഫ്രീലാൻസ് ആയിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ ഓൾ ഇന്ത്യ എല്ലായിടത്തും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ വെഡ്ഡിങ്ങിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുത്തേക്കാം, അതേപോലെ തന്നെ ഇൻസ്റ്റാ ഐ ഡിയും കൊടുത്തേക്കാം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാ നെയിം മേക്ക് ഓവർ ബൈ ജോസ്ന എന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും കയറി നോക്കിയാൽ എൻ്റെ വർക്കുകളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് കോൺടാക്ട് മീ, ഓക്കെ. അങ്ങനെ നമ്മുടെ ഹെയറിൻ്റെ ബാക്കിലെ പോർഷൻ കേൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിൽ ഹെയർ സ്റ്റൈലിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മളിങ്ങനെ കെട്ടി വെക്കും അങ്ങനെ ഒന്നുമില്ല, ജസ്റ്റ് ഫുള്ള് കേൾസായിട്ട് ലൂസാക്കി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ രണ്ട് ഭാഗവും ഹെയറിൻ്റെ രണ്ട് സൈഡും നന്നായിട്ടൊന്ന് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം കുറച്ചൊന്ന് ബൗൺസി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ബാക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നത്. ബാക്ക് കോംബ് ചെയ്തിട്ട് ഞാൻ സെറ്റിംഗ് സ്പ്രേ കൊടുക്കുന്നില്ല ബാക്ക് കോംബ് ചെയ്തിട്ട്, കാരണം ഞങ്ങൾക്ക് ഇനി ഒരു ഡ്രസ് ചേഞ്ചിങ് ഉണ്ട്, അപ്പോൾ നമുക്ക് ഹെയർ സ്റ്റൈലിംഗ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളിന്ന് സെറ്റിംഗ് സ്പ്രേ ഒത്തിരി യൂസ് ചെയ്യുന്നൊന്നുമില്ല, അപ്പോൾ ജസ്റ്റ് ഫോട്ടോഷൂട്ടിനായതുകൊണ്ട് നമ്മൾ സെറ്റിംഗ് സ്പ്രേ ഒത്തിരി യൂസ് ചെയ്യുന്നില്ല. ഇനി ഹെയർ സ്റ്റൈൽ ഉള്ളത് കൊണ്ടാട്ടോ. എനിക്ക് ജലദോഷമാണ്, എൻ്റെ തൊണ്ടയൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട്, എന്തെങ്കിലുമൊക്കെ തെറ്റ് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. അപ്പം നമ്മൾ ഹെയർ ഫ്രണ്ടിലത്തെ ഒരു സൈഡിൽ നമ്മൾ ഓരോ പോർഷൻ എടുത്തിട്ട് ചെറിയ ചെറിയ കേൾസ് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കിൽ എങ്ങനെയാണോ ഹെയർ കേൾ ചെയ്ത് അതേപോലെ തന്നെ അവിടെ ഫ്രണ്ടിലും ചെയ്യേണ്ട, ഓരോ ചെറിയ ചെറിയ സെക്ഷൻ എടുത്തിട്ട് കേൾ ചെയ്യണം. അതേപോലെ നമുക്ക് ഈ ഹെയർ സ്റ്റൈലിംഗ് ചെയ്യുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഹെയർ കട്ട്. ഇപ്പം കുറേ ലെയേഴ്സുള്ള ഹെയർ കട്ടിംഗ് ഒക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ കേൾ ചെയ്തിടുമ്പോൾ ഭയങ്കര ഭംഗിയിൽ ഓരോരോ ചെറിയ ചെറിയ സെക്ഷനായിട്ട് ഇങ്ങനെ നല്ല രസമായിട്ട് കിടക്കും കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അപ്പോൾ അടുത്ത സൈഡിൽ നമ്മൾ ഇതേപോലെ തന്നെ ഹെയർ ജസ്റ്റ് നന്നായിട്ട് ബാക്ക് കോംബ് ചെയ്തിട്ടാട്ടോ കേൾ ചെയ്യുന്നത്. ബാക്ക് കോംബ് ചെയ്ത് അറിയാമല്ലോ, നന്നായിട്ട് ഹൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. കേൾ ചെയ്യുമ്പോൾ ഒട്ടിപ്പോരുതല്ലോ. അപ്പം ബാക്ക് കോംബ് ചെയ്തിട്ട് നമ്മൾ കേൾ ചെയ്യുവാണെങ്കിൽ നല്ല ബൗൺസി ആയിട്ടുള്ള ഹെയർ സ്റ്റൈലിംഗ് ആയിരിക്കും കിട്ടുന്നത് കേട്ടോ. അങ്ങനെ നമ്മളെ ഹെയർ സ്റ്റൈലിംഗ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ട് നമ്മൾ ഫുള്ള് ഹെയർ കേൾ ചെയ്ത് കഴിഞ്ഞു. ഇതുണ്ട് ഹെയർ കളറും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. കേൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയിലിരിപ്പുണ്ട്. അപ്പോൾ അതേപോലെ ബ്രൈഡ്സ് ആണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെയർ കളർ ഇതേപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുമ്പം നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഹെയർ കളർ ചെയ്യുന്ന ഇഷ്ടമാണെങ്കിൽ ഓരോ ഇങ്ങനെ ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് പോലെ ഹെയർ കളർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഹെയർ സ്റ്റൈലിങ്ങിൽ ഭയങ്കര ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഒരു സൈഡ് ബാക്ക് എടുക്കാനാണോ? ഈ ഒറ്റ സൈഡ് എടുത്തോളൂ, അല്ലെങ്കിൽ അവരുടെ മാലയൊക്കെ മാറി. അപ്പോൾ ചേച്ചി ഡബിൾ ഓക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി സെറ്റിംഗ് സ്പ്രേ കൊടുക്കാൻ പോവാണ്. ലൈറ്റായിട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ളതുകൊണ്ട് ലൈറ്റായിട്ട് ആ ബേബി ഹെയറൊക്കെ ഒന്ന് താന്നിരിക്കാൻ വേണ്ടിയിട്ട്, എല്ലാം ഒന്ന് സെറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റായിട്ടേ കൊടുക്കുന്നുള്ളൂ. ഞാൻ യൂസ് ചെയ്യുന്നത് ഷോർട്ട്സ്കോഫിൻ്റെ ടാഫ്റ്റിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആട്ടോ, നമ്പർ 5 ബ്ലാക്ക് കളർ ബോട്ടിലാണ്. അതും എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് ഏതാണ്. ഇതാട്ടോ സെറ്റിംഗ് സ്പ്രേ. ഞാൻ നന്നായിട്ട് കേൾസും എല്ലാം ഹോൾഡ് ചെയ്യുന്ന നല്ല അടിപൊളി സെറ്റിംഗ് സ്പ്രേ, നല്ല ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടോ. ഇനിയിപ്പോൾ ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ ജോസ്കോ ചെന്നിട്ടാട്ടോ ഇടുന്നുള്ളൂ.
ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ചേച്ചി അടിപൊളിയാണ് കേട്ടോ, അടിപൊളി ക്യാരക്ടറും ഒരു സെലിബ്രിറ്റി ജാടയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ, ഭയങ്കര സപ്പോർട്ടീവുമാണ് ചേച്ചി. അടിപൊളിയാട്ടോ, എനിക്കൊന്നും പറയാനില്ല, സൂപ്പർ. അപ്പോൾ ഇങ്ങനൊരു അവസരം തന്നതിൽ ചേച്ചീനോട് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനിയും ഞങ്ങൾ ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നല്ല സൂപ്പർ മേക്കപ്പ് ആയിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പേജിൽ കണ്ടതിനെക്കാട്ടിലും നല്ല ഭംഗിയായിട്ടുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഹെയർ ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഞാൻ എക്സ്പെക്ടേഷൻ കുറച്ചുകൂടെ കുറവായിരുന്നു. പക്ഷേ ആ കുഴപ്പമില്ല, എനിക്ക് വിചാരിച്ചത്. പക്ഷെ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും ഭംഗിയായിട്ട് ചെയ്തു തന്നു. അടിപൊളിയായിരുന്നു. അതാണ് പാവം പറ്റാട്ടോ, നമ്മുടെ ഇഷ്ടത്തിന് എന്ത് ചെയ്തു. കൊച്ചിനെന്താ ഞാൻ പറയണ്ട, എനിക്ക് ഈ ചേച്ചിനെ കണ്ടത് എന്റെ മാത്രമേ കേട്ടിട്ടുള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇനിയും അടിപൊളി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവരൊക്കെ പോയി മേടിക്കുക. ഞാൻ ലിങ്കായിട്ട് കൊടുക്കുന്നില്ല, എല്ലാത്തിനും പേര് ഞാൻ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. കാരണം ഞാൻ എല്ലാം ഓഫ്ലൈനാണ് എടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ലിങ്ക് കൊടുക്കാത്തത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.